ഹലോ ഗൈസ്, നമ്മൾ ഏത് ഗെയിം കളിക്കാൻ വന്നാലും എത്ര വലിയ ഗെയിമറാണെങ്കിലും നമുക്കൊരു മനുഷ്യത്വമുണ്ട്, ഹ്യൂമാനിറ്റി. ആ ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനീഷേട്ടൻ. ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പേരുമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വഴക്കുണ്ടാക്കുമ്പോഴും എന്താണ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലാണ് അവരെ സംബോധന ചെയ്യേണ്ടത്, അവരോട് എത്തരത്തിലാണ് സംസാരിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ടറിയാം. ഒരാളിനെ പോലും ഇന്ന് വരെ പേര് വിളിക്കാതെ, വഴക്കിട്ടാലും എങ്ങനെയായാലും പേരല്ലാതെ വേറൊരു തരത്തിൽ ഒരാളിനോട് പോലും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അനീഷേട്ടൻ. അനീഷേട്ടൻ എല്ലാ വ്യക്തികളോടും സംസാരിക്കുമ്പോഴാലും വഴക്കിടുമ്പോഴാലും അവരോട് പേര് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പോലും പറയാറില്ല. നെവിനാണെങ്കിൽ നെവിൻ ചെയ്ത് ശരിയായില്ല, അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ ഷാനവാസിക്കയുടെ പ്രശ്നം വന്ന് ഷാനവാസിക്ക് കുഴഞ്ഞു വീണു. അപ്പം തന്നെ പുള്ളി മെൻ്റലി ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ എല്ലാം പാല് കിടക്കുമായിരുന്നു. പോയിട്ട് ഇന്നലെ അനീഷേട്ടൻ ഈ ഒരു അനുമോൾ ഇന്നലെ പിണങ്ങിയല്ലോ, അനുമോൾക്ക് വയ്യാണ്ടായിരുന്നത്. അനുമോൾ അവിടെ കിടക്കാൻ പറ്റാതെ ഒരു സോഫയുടെ ഉള്ളിലാണ് ഇന്നലെ പോയി കിടന്നത്. അപ്പം എന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷേട്ടൻ ഇന്നലെ രാത്രിയിൽ ഫുഡ് കഴിച്ചിട്ടില്ല, പോയി കിടന്ന്. അപ്പം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും ഫുഡ് കൃത്യമായിട്ട് കഴിച്ച് ശീലിച്ചവരാണ്. പ്രത്യേകിച്ചും കർഷകരൊക്കെ ആയിട്ട് ജീവിച്ചവർക്ക് കൃത്യമായ സമയത്ത് ഇത്തിരിയെങ്കിലും ഒരു ഫുഡ് കിട്ടണം. അപ്പോൾ ഫുഡ് കഴിക്കാതെ ഇരുന്നതാണ് ഇത്രയും പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ടെൻഷനായി. ഷാനവാസിക്കായ കൺഫ്യൂഷൻ റൂമിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ആ പാലൊക്കെ പുള്ളി തന്നെ ഒറ്റയ്ക്ക് തുടച്ച് വൃത്തിയാക്കി. 10:30 കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഗ്യാസ് കയറിയതായിരിക്കും. ഒന്നാമത്തെ കാര്യം, പുള്ളിക്ക് എരിവെല്ലാം കൂട്ടി ഒത്തിരി ദിവസം കൂടെ മുളക് വെള്ളം പോലെയല്ല ഇവർ ഉണ്ടാക്കുന്നത്. 4 ദിവസമായിട്ട് വയറിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ പുള്ളിക്ക് വോമിറ്റിങ്. അപ്പോൾ അവിടെ വോമിറ്റ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഈ വാഴകളെ പോലെ ഈ സാബുമനൊക്കെ എന്തോന്നിടേ ഒന്ന് പിടിച്ചുകൂടെയിടെ. പെൺപിള്ളേർ പോയിട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാളിനെ പോയിട്ട് പിടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആരുടെയും കയ്യിലെ മുത്തൊന്നും പൊഴിഞ്ഞു പോകത്തില്ല. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ചില ആൾക്കാരെ നിലനിർത്തുന്ന എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ, ആഹ്വാനം ചെയ്യുമ്പോഴും എന്തെങ്കിലും അതിനേക്കാൾ ഭയാനകമായ എന്തെങ്കിലും കാരണങ്ങൾ കാണിക്കുമ്പോഴാണ് അവരെ പുറത്താക്കുന്നത്. അപ്പോൾ അതിന് പകരം അതിന് താഴെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ സാബുമനൊക്കെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് സാബുമനൊക്കെ അവിടെ എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഒരു ഗെയിമും ഇല്ലാത്ത ഒരു വ്യക്തി. ആ അഭിലാഷൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അഭിലാഷൊക്കെ എത്ര നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. അഭിലാഷ് പോയി, ഉനിയൽ പോയി, അങ്ങനെ എത്രയോ ആൾക്കാർ പോയി. നമുക്ക് ഗെയിം അവസാന നിമിഷത്തേക്ക് വേണ്ട ആൾക്കാരായിരുന്നു ഇവരൊക്കെ. അതുപോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ അനീഷേട്ടൻ വൊമിറ്റ് ചെയ്യാണ്, ഛർദ്ദിക്കുകയാണ്. പുള്ളിക്ക് വയറിനും പ്രശ്നമുണ്ട്. അങ്ങനെ വൊമിറ്റ് ചെയ്തു. പെൺപിള്ളേരൊക്കെ വന്ന് തടവിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭയങ്കര നാടകത്തിൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ, നാടകൃത്ത് ബംഗാളി നടൻ അവിടെ നിന്ന് കയ്യും കെട്ടി വന്ന് ഇപ്പോഴും. ബംഗാളി നടൻ എല്ലായിടത്തും ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം അങ്ങ് പോകും. കാരണം നടൻ ഭയങ്കര അഭിനയമെന്നാണ് നടൻ വിചാരിക്കുന്നത്. ആ അഭിനയം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ അനീഷേട്ടൻ്റെ കൂടെ കയ്യും കെട്ടി നടക്കുന്നു. അപ്പോഴത്തേക്ക് ഉടനെ ബിഗ് ബോസ് പറഞ്ഞു കൺഫ്യൂഷൻ റൂമിലേക്ക് വരൂ അനീഷെന്ന്. എന്തായാലും അനീഷേട്ടൻ കൺഫ്യൂഷൻ റൂമിലേക്ക് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് അവിടെ 2 ഇഞ്ചക്ഷൻ വെച്ചെന്നാണ് പറഞ്ഞത്. പുള്ളി ഇന്നലെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 10:45 10:30 മണിയായി. ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും തന്നെ 10:30 മണിയാകുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം നടക്കുന്നത്. 10 മണി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴും ആരും ഫുഡ് കഴിച്ചിട്ടില്ല. ഷാനവാസിക്ക പോലും ഇത്രയും അസുഖക്കാരനായിട്ടും ഫുഡ് കഴിച്ചിട്ടില്ല. നൂറയ്ക്ക് എന്തോ തൈറോയിഡ് പ്രശ്നങ്ങളൊക്കെ നൂറയ്ക്കുണ്ട്. അപ്പം ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അതിലേക്കൊക്കെ. അപ്പോൾ അവരാരും ഫുഡ് കഴിച്ചിട്ടില്ല. അനുമോൾ ഇന്നലെ രാത്രിയിൽ കഴിച്ചില്ലായിരുന്നു. നൂറയൊക്കെ പിന്നെ ഒരു 6 മണി 5:30 ആയപ്പോഴാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. രാത്രിയിൽ അവരാരും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കൺഫ്യൂഷൻ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. പിന്നീട് വന്ന് 2 ദോശ. അപ്പോൾ ഈ മുളക് കറി കൂട്ടണ്ടെന്ന് പറഞ്ഞു, സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്ന് പഞ്ചസാരയൊക്കെ ആയിട്ടാണ് അനീഷേട്ടൻ കഴിച്ചത്. എന്നിട്ടും അനീഷേട്ടൻ സ്വന്തമായിട്ട് ഇപ്പം ഇച്ചിരി കഞ്ഞി വെക്കുന്നുണ്ട് അവിടെ ലൈവിൽ. ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷേട്ടന് കുടിക്കാൻ വേണ്ടി. അപ്പോൾ അവർ വേറെ വെച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷേട്ടൻ ഒറ്റയ്ക്ക് ഒരു 1/2 ഗ്ലാസ് അരി എടുത്തിട്ട് ഇച്ചിരി കഞ്ഞി കുടിക്കുകയാണ്. കഞ്ഞി വെക്കുവാണ്, കഞ്ഞി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി വെക്കുവാണ്. നൂറായ്ക്കും ഇച്ചിരി വെള്ളം വേണമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നൂറായ്ക്കും കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അനീഷേട്ടൻ തിരിച്ചു വന്നിട്ട് ആ ഒരു 1/2 ഗ്ലാസ് കഞ്ഞി എടുത്ത് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. എന്നിട്ട് മറ്റവരൊക്കെ കിടന്ന് ചിരിക്കുന്ന അനീഷേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിരിക്കാൻ എങ്ങനെ തോന്നി? എന്തൊരു ഡ്രാമയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? വഴക്കിടുന്നു, കുറച്ച് കഴിയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നു, നിങ്ങളൊക്കെ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. നിവിൻ പറയുന്നു എല്ലാവർക്കും ഇനി അടുക്കളയിൽ കയറാം, എന്ത് വേണമെങ്കിലും കഴിക്കുക എന്നൊക്കെ പറയും.